ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മൾ കളിക്കുന്ന ഗെയിമാണ്. ഈ ഗെയിമിൽ നമ്മുടെ ഈ ബെഡൊക്കെ സൂക്ഷിക്കണത് ഒരുത്തൻ നമ്മളെ അറ്റാക്ക് ചെയ്യുകയാണ്. എൻ്റെ അനിയത്തി എൻ്റെ കൂടെ കളിക്കുന്നുണ്ട്. ഹായ് പറ. ഗായ്സ്, അവൻ നമ്മളെ അടിക്കുകയാണ്. നമ്മുടെ ബെഡ് പോയി. നമ്മളിപ്പോൾ തോക്കുമെന്നാണ് തോന്നുന്നത്. ഇവരൊക്കെ ഭയങ്കര പ്രോ പ്ലേയേഴ്സാണ്. എല്ലാവരും നമ്മൾ ഒന്നിച്ച് അറ്റാക്ക് ചെയ്യുകയാണ്. കണ്ടോ, എല്ലാവരും നമ്മുടെ ബെസ്റ്റാണ്. നമ്മുടെ ടീം റെഡാണ്. കണ്ടോ, എല്ലാം റെഡാണ്. ഞാനിപ്പോൾ ചാവും. ഇപ്പോൾ തോക്കും. തോറ്റു. ഞാൻ തോറ്റു. എൻ്റെ അനിയത്തി അവിടെ ചത്തിട്ടില്ല. എൻ്റെ അനിയത്തി ചത്തു. ഞങ്ങൾ തോറ്റു. ഒരുമിച്ച് തോറ്റു ഗൈസ്. ഏടി അതുകൊണ്ട് നമ്മൾ അടുത്ത കളി കളഞ്ഞാണ്. എൻ്റെ അനിയത്തി എൻ്റെ കൂടെ ഉണ്ട് ഗൈസ്. വന്നിട്ടുണ്ട്. ആ ചിറകൊക്കെ ഉള്ള ഇതാ പോകുന്നതാണ്. ആ ജോക്കറാണ്. ഇതാക്കുന്നു എൻ്റെ അനിയത്തി ഗൈസ്. എടി എന്താ പറ, എന്തെങ്കിലുമൊക്കെ പറയേ. ഹലോ ഗൈസ്, എൻ്റെ അനിയത്തിക്ക് നാളാണ്. ഇതിനു മുമ്പ് ഈ ചാനലിൽ എൻ്റെ അനിയത്തിയുടെ ഡാൻസ് ഇട്ടിട്ടുണ്ട്. ചില വീഡിയോകളിൽ വേറൊരു അനിയത്തിയും കൂടി ഉണ്ട്. ഈ ഗെയിമിൽ നമ്മുടെ ബെഡ്, ഇവിടെ ഒരു ബെഡുണ്ട്. ഞാനും എൻ്റെ അനിയത്തി, ഞങ്ങൾ 4 പേരുണ്ട്. ഈ 4 പേരിൽ നമ്മൾ ബ്ലൂ ടീമാണ്. നമ്മുടെ ബെഡ് നമ്മൾ സൂക്ഷിക്കണം, അതാണ് ഈ ഗെയിം. അപ്പോൾ ഇവന്മാരൊക്കെ വേറെ ടീമിലെ ആൾക്കാർ ഇപ്പോൾ ആ പച്ചയുടെ വരുത്താൻ നമ്മൾ വന്നിട്ട് നമ്മുടെ ബെഡ് പൊട്ടിക്കാൻ നോക്കിയായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ അവനെ അടിച്ച് കൊന്നു. അപ്പോൾ ഞങ്ങളുടെ ബെഡ് പൊട്ടിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങളുടെ ബെഡ് പോയി കഴിഞ്ഞാൽ ഏകദേശം കളി തോറ്റാണ്. കാരണം ബെഡ് പോയിട്ട് ചത്ത കളി തോറ്റു. അടുത്ത കളി തുടങ്ങി. ബെഡ് പോകുന്നതിന് മുമ്പ് എത്ര പ്രാവശ്യം ചത്താലും കുഴപ്പമില്ല. സാധനങ്ങൾ കുറഞ്ഞു വരും, പയ്യെ കുറയും. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഗോൾഡൻ്റെ ഈ വാള. അപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു പ്രാവശ്യം ചത്തു കഴിഞ്ഞാൽ എൻ്റെ സിൽവർ ആകും. അത് ഇനി ഒന്നുകൂടെ ചത്തു കഴിഞ്ഞാൽ തിരിച്ച് വന്നുകൊണ്ടിരിക്കും. പക്ഷേ ലെവല് കുറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ പിന്നെ ബെഡ് പോയിട്ട് ചത്തു കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് വരത്തില്ല. നമ്മൾ കളി കഴിഞ്ഞെന്ന് അതിൻ്റെ അറിവ്. അപ്പോൾ ബെഡ് മറ്റുള്ളവരെ പൊട്ടിക്കാൻ സമ്മതിക്കരുത്. നമ്മൾ മറ്റുള്ളവരുടെ ബെഡ് പൊട്ടിക്കുകയും ചെയ്യും. ഇപ്പം ഇവൻ നമ്മുടെ ബെഡ് പൊട്ടിക്കാൻ വരുമോ? പച്ചേല് ഇവനെ നമ്മൾ കൊല്ലാം. ഞാനൊക്കെ കൊന്നു. പിന്നെ അടുത്തവന്മാർ വരുന്നുണ്ട്. ഈ പച്ചയുടെ ആൾക്കാർ നമ്മളെ വീണ്ടും അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഈ ടീമിൽ മേളിൽ കാണാം നീല, റെഡ്, ബ്ലൂ, ഗ്രീന് എല്ലാം ഉണ്ട്. അതിൽ നമ്മൾ ബ്ലൂ ആയിരുന്നു. പിന്നെ മഞ്ഞയുടെ ബെഡ് പോയി. അത് കഴിഞ്ഞിട്ട് മഞ്ഞയുടെ ടീമിൽ എല്ലാവരും കൊല്ലുകയും ചെയ്തു. ഏത് ടീം കൊന്നേന്ന് അറിയത്തില്ല, ഒരു ചത്ത്. അതുകൊണ്ട് മഞ്ഞയുടെ ഇനി ആരുമില്ല. അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ മഞ്ഞയുടെ ബേസിൽ പോയി ആൾക്കാരെ കൊല്ലാനൊക്കെ പറ്റും. ഇപ്പോൾ ഞാനും എൻ്റെ അനിയത്തിയാണെന്നാണ് ഞാൻ ഓർത്ത. എൻ്റെ അനിയത്തിയല്ല, ഞാൻ വേറൊരുത്തിനും കൂടെ പോയി ഒരുത്തിനെ കൊന്നു ഗൈസ്. പിന്നെ അത് എൻ്റെ അനിയത്തി ഇവിടെ ഉണ്ട്. അനിയത്തി ഗോൾഡ് ആർമർ ഇട്ടിട്ടില്ല. എൻ്റെ അനിയത്തി ഒന്നും ഇട്ടിട്ടില്ല ഗൈസ്. തുടക്കത്തിൽ കിട്ടുന്നതായിട്ട് വില കുറഞ്ഞതാണ് ഇട്ടേക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ അനിയത്തി സ്വന്തം കൊണ്ടിട്ട് സ്വന്തമായിട്ട് ചത്തിട്ടുണ്ട് ഗൈസ്. ഇപ്പോൾ നിലത്തോട്ടങ്ങ് പോകുന്നത് കണ്ടില്ല, അതെൻ്റെ അനിയത്തിയായിരുന്നു. സ്വന്തമായിട്ട് ചത്തിട്ടുണ്ട്. തിരിച്ചു വന്നിട്ടുണ്ട് ഗൈസ്. കണ്ടോ, ഇതുപോലെ തിരിച്ചു വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ബെഡ് നമ്മൾ സൂക്ഷിക്കുന്നത് ഗൈസ്. ഇപ്പോൾ ആളുടെ കയ്യിൽ ഗോൾഡൻ വാളായിരുന്നു, ഇപ്പോൾ അത് സിൽവറിൻ്റെ വാളായി. ഇത് റെഡായിട്ടിരിക്കുന്ന ആൾ വേറെ സ്കിൻ ഇട്ടേക്കുന്നതാണ് ഗൈസ്. സിൽവറാണ്. എൻ്റെ ഇത് സാധാ ഗോൾഡനാണ്, അത് സ്കിൻ ഇട്ടേക്കുന്നതാണ് ഗൈസ്. റെഡിൻ്റെ ആൾക്കാരൊക്കെ വരുന്നുണ്ട്. നമുക്ക് അവനെയൊക്കെ കൊല്ലാം. ഇവന്മാരൊക്കെ ഇതിൽ കുറേ പ്രോകളുണ്ട് ഗൈസ്, പ്രോ പ്ലേയേഴ്സ്.
അവരെയൊക്കെ തോൽപ്പിക്കാൻ വലിയ കഷ്ടമാണ്. നേരത്തെ കളിയിൽ നമ്മൾ കണ്ടില്ല, അതുപോലത്തെ കുറേ പേരുണ്ട്. അവരെയൊക്കെ തോൽപ്പിക്കാൻ ഭയങ്കര പാട്. ഞങ്ങൾ സ്വന്തമായിട്ട് എടുത്ത് നിലത്തോട്ട് അടിച്ചു. അല്ല ഞാൻ ഗുണ്ടിട്ടപ്പോൾ ചത്തില്ലായിരുന്നു. പക്ഷെ വോയിസ് അടുത്തവൻ വരുന്നു. വോയിസ് അവൻ ചൂണ്ടയിടുന്നു. ചൂണ്ടയിട്ട് വലിച്ച് ചിലപ്പോൾ നിലത്തോട്ടിടും. അവൻ ഓടിയിട്ടുണ്ട്. വോയിസ് നമ്മളെ കണ്ടപ്പോൾ അവരെല്ലാവരും പേടിച്ച് ഓടി വന്നു. ഇതുപോലെ ഡയമണ്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഹെൽത്തൊക്കെ കൂട്ടാം. ഇപ്പോൾ എൻ്റെ ഹെൽത്ത് ആകിയതാണ് 26 ഹാർട്ടാണ്. ആ ഹാർട്ട് ഇപ്പം രക്ഷപ്പെട്ടു വോയിസ്. ഇപ്പോൾ ഇതിൽ കയറി ഈ ആട്രിബ്യൂട്ട്സിൽ കയറിയിട്ട് ഈ ഹെൽത്തിൻ്റെ ഇത് ഞെക്കിക്കഴിഞ്ഞാൽ ഡയമണ്ട് 2 ഡയമണ്ട് വെച്ച് ഹെൽത്ത് കൂട്ടാം. ഈ തമ്പലിൽ ഞെക്കിക്കഴിഞ്ഞാൽ അറ്റാക്കിൻ്റെ ഡാമേജ് കൂട്ടും. ഇപ്പം ഞാൻ ഒരു പ്രാവശ്യം എൻ്റെ ഹെൽത്ത് അപ്ഗ്രേഡ് ചെയ്തത്, അതുകൊണ്ട് എൻ്റെ ഹെൽത്ത് 27 കാണാം. പിന്നെ അറ്റാക്കും ഇച്ചിരി കൂടിയിട്ടുണ്ട് വോയിസ്. ഇത് അടുത്തും വരുന്നു വോയിസ്. അവനെ കമ്പും വലിയ വിട്ട് കൊല്ലാവും നോക്കാം വോയിസ്. ബേസിലല്ല, എന്നെ ഇപ്പം തീർക്കുമെന്നാണ് വോയിസ് തോന്നുന്നത്. ഇവിടെ ഇപ്പുറത്താടി ബേസിലല്ല, ഞാൻ മഞ്ഞട്ട് ബേസിലോട്ടാണ്. അയ്യോ വോയിസ് ഞാനിപ്പോൾ ചാവും വോയിസ്. ചെറുതായിട്ട് ഒന്ന് നമുക്ക് നോടിയേക്കാം. ഒരു വോയിസ് എൻ്റെ ഹെൽത്ത് ഒന്ന് കൂട്ടട്ടെ. ഇപ്പോൾ നമുക്ക് വോയിസ് എൻ്റെ ഹെൽത്ത് ഹാർട്ട് 27 29 ആയി വോയിസ്. കുറച്ച് ഗോൾഡ് എടുക്കട്ടെ വോയിസ്, കാരണം എനിക്ക് ഗോൾഡൻ ആപ്പിളും ഇല്ല. ഗോൾഡൻ ആപ്പിൾ 2 എണ്ണേ ഉള്ളൂ. അപ്പോൾ ഗോൾഡൻ ആപ്പിൾ അമ്മ നേരത്തെ വരുന്നു വോയിസ്. ഇനിയിപ്പോൾ നമ്മുടെ ബെഡ് പൊട്ടിക്കുമ്പോൾ വോയിസ് പ്രോ പ്ലെയർ ആണെന്നാണ് തോന്നുന്നത് കണ്ടിട്ട്. ഇൻവിസിബിളായി വോയിസ്. വോയിസ് അവന് ഇൻവിസിബിളായി. അവനെവിടെ വോയിസ്? നേരത്തെ നിലത്തുനിന്ന് വരുന്നു വോയിസ്. അവനടിച്ച് കൊല്ലണം വോയിസ്, ഇല്ലെങ്കിൽ നമ്മളെ ഇവൻ കൊല്ലും വോയിസ്. അമ്മൂസ ഗുണ്ടുണ്ടോ? ഗുണ്ടൊന്നും ഇടുന്നു. അവനടിച്ച് ഞാൻ നിലത്തിട്ടു. അവൻ ചത്തില്ലാതെ വീണ്ടും വരുന്നു. ചത്തോളും തോന്നുന്നു. ഇപ്പം അവനെ കൊന്നിട്ടുണ്ട് വോയിസ് നമ്മൾ. എവിടെ എവിടെ? അവിടുന്ന് അടുത്ത റെഡ് വരുന്നുണ്ട് വോയിസ്. ഇവന്മാരെല്ലാം നമ്മളെ ഒറ്റയ്ക്കിട്ട് കൊല്ലാനാണ്. നമ്മളെ വീണ്ടും വീണ്ടും അറ്റാക്ക് ചെയ്യണം. എൻ്റെ അനിയത്തിയാണോ ഗുണ്ടിട്ടത്? നീ ആയിരുന്നോടി? എൻ്റെ അനിയത്തി അവനെ ഗുണ്ടിട്ട് കൊന്നിട്ടുണ്ട് വോയിസ്. വോയിസ് ഞാൻ വീണ്ടും ഡയമണ്ട് എടുക്കുകയാണ്. അയ്യോ എന്നെ റെഡ് നമ്മളെ വേസിലോട്ട് വരുന്നു. റെഡ് എനിക്ക് ഗോൾഡൻ ആപ്പിൾ തിന്നാൻ പറ്റത്തില്ല വോയിസ്. അവനെ കൊല്ലണം വോയിസ്. അവന് ഗോൾഡൻ ആർമറാണ്, അത് കുറയ്ക്കാൻ പറ്റും നമുക്ക് അവനെ കൊല്ലണം. എൻ്റെ അനിയത്തിയാണോ അത്? അല്ല, എൻ്റെ അനിയത്തി എല്ലാവരും വോയിസ്. വോയിസ് എനിക്കൊരു പെറ്റൊക്കെ ഉണ്ട് ഇവിടെ കാണാമോ? അതാണ്ട് ഈ 3 പൂച്ചയാണ് വോയിസ്. എൻ്റെ അനിയത്തിക്ക് ഒരു പെറ്റുണ്ട്, ഒരു കടി. അമ്മ ഗോയ്സ് ഞാൻ ചത്തു ഗോയ്സ്. ഞാൻ നിലത്തി അടിച്ചെത്തു. അവൻ എന്നെ എടുത്ത് നടത്തിട്ടു ഗോയ്സ്. അത് കുഴപ്പമില്ല ഗോയ്സ്, നമ്മളിപ്പോൾ തിരിച്ചു വരും. പക്ഷേ ഇപ്പം എൻ്റെ കയ്യിൽ ഗോൾഡൻ സാധനങ്ങളായിരുന്നു, അതെല്ലാം സിൽവറായി. അമ്മൂസ അടുത്ത ആൾക്കാർ വരുന്നു. നമ്മുടെ ബെഡ് പൊട്ടിക്കുമോ ഗോയ്സ്? നമ്മളവനെ കൊല്ലണം. കൊല്ലു ഗോയ്സ്, കൊല്ല്. അവന് 0 ഹാർട്ട്, അതായത് ഒറ്റ അടിക്കാൻ ചാവും. ഇപ്പോൾ 1 ഹാർട്ടായി ഗോയ്സ്. അവനെ കൊന്നിട്ടുണ്ട് ഗോയ്സ്. ഞാൻ കൊന്നു. വന്നടുത്ത ചാടി ഗോയ്സ്. നമ്മളെ കണ്ടപ്പോൾ എല്ലാവരും പേടിച്ച് ചാടി ചാവുകയാണ് ഗോയ്സ്. എൻ്റെ ഹാർട്ട് നോക്കൂ ഗോയ്സ്, ഞാൻ എല്ലാം അപ്ഗ്രേഡ് ചെയ്തു. 32 ഹാർട്ട്. കൊണ്ടിടുവോ ഗോയ്സ്? ഞാൻ ഇപ്പോൾ ഒരു സുഖം കാണിച്ചു തരാം ഗോയ്സ്. അയ്യോ ഇതല്ല കേട്ടോ സൂത്രം. ഇതേ റെഡിൽ വരുത്തന്നെ ഇവിടെ വന്നു. എന്നെ കൊല്ലണം കണ്ടോ? അവനെ വീണ്ടും ഞാൻ തന്നെ കൊന്നിട്ടുണ്ട് ഗോയ്സ്. ഈ സാധനം കണ്ടോ? അയ്യോ ഇത് നമ്മുടെ ടീമിലുള്ള വേറെ ഏതോ ഒരുത്തം വെച്ചേക്കുന്നതാണ്. ഇതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടീമിൽ നമ്മുടെ ഈ ബേസിനടുത്ത് ഏതെങ്കിലും എനിമീസ് വന്നു കഴിഞ്ഞാൽ അവരെ ബോംബ് ഇട്ടുകൊണ്ടിരിക്കുക. നേരത്തെ എൻ്റെ അനിയത്തി വിട്ട ബോംബ് അങ്ങനെ വിട്ടോണ്ടേ ഇരിക്കും. 2 സെക്കൻഡ് ഇടവിട്ട് ഗോയ്സ്. ആ സാധനത്തിൻ്റെ സമയം കഴിഞ്ഞ് അത് പുകയായിപ്പോയി ഗോയ്സ്. ഗോയ്സ്
എൻ്റെ അനിയത്തി എന്തൊക്കെ ചെയ്യുന്നുണ്ട് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഞാനവിടെ മറ്റേ സാധനം ഇപ്പൊ ബേസ് ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ പെട്ടെന്ന് ചാവും. ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ പറയണേ. ഞാൻ ദേ തിരിച്ചു വരികയാണ്. ഗോയ്സ് ഒരു റെഡ് വരുന്നുണ്ട് ഗോയ്സ്. അയ്യോ ഞാൻ അറിയാണ്ട് ഗോൾഡൻ ആപ്പിളാണ് വാങ്ങിച്ചത്. ഗോയ്സ് നമുക്ക് നമ്മുടെ ടീമിനെ വിളിക്കാം. ഞാൻ ഇപ്പോൾ അടിക്കുകയാണ് ഗോയ്സ്. കോട്ടെ ഗോയ്സ്. അവൻ കളിച്ചാടി ഗോയ്സ്. അമ്മ അതാരാ? നമ്മുടെ ടീം തന്നെയാണ് ഗോയ്സ്. നമ്മുടെ ബോംബ് മാനാണ്. ഞാൻ ഇവനെ പോയി കൊല്ലാൻ ഗോയ്സ്. അതിന് സംഭവം എന്തൊക്കെ സംഭവിക്കുന്നുണ്ട് ഗോയ്സ്. ഞാൻ ഒരെണ്ണം കൂടി അവിടെ മറ്റേ ഈ സാധനം വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ വെച്ചിട്ടുണ്ട്. എൻ്റെ അനിയത്തി ബോംബുമാനെ വെച്ചിട്ടുണ്ട് ഗോയ്സ്. ഇനി നമുക്ക് ഇവനെ ബോംബുമാൻ എന്ന് വിളിക്കാം ഗോയ്സ്. നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം. ഇതിലിപ്പോൾ ചിലപ്പോൾ ഇൻവിസിബിൾ ആയിട്ട് വരും ആൾക്കാർ. വന്നു 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 അമ്മൂസ അടുത്ത ആൾ വന്നു. അവൻ നമ്മുടെ ഭാഗത്തോട്ട് ബോംബിടുന്നു ഗോയ്സ്. പക്ഷേ നമ്മൾ കല്ല് വെച്ചാണ് പോയിരിക്കുന്നത്. അതുകൊണ്ട് ബോംബൊന്നും ഏൽക്കില്ല, ഒന്നും പറ്റത്തില്ല. നമ്മുടെ ഭാഗത്ത് തീർത്ത് നമുക്ക് ഇത്ര ഹെൽത്തും കുറയും, നമ്മൾ തീർച്ചും പോകും. പക്ഷെ ബെഡിൻ്റെ പൊതിഞ്ഞേക്കുന്ന കല്ലിനൊന്നും പറ്റത്തില്ല, ഭയങ്കര പവറാണ്. ഇതായിരുന്നു നിൽക്കുന്ന വയസ്സ്. ഇവനെ അമ്പും ബില്ലും വിട്ട് കൊല്ലാം. അവൻ പൊതിഞ്ഞ് വെച്ചു വയസ്സ്. അയ്യോ എന്നെ ആരോ അടിക്കും എടീ. ആരൊക്കെ അമ്പും ബില്ലും വിടും. അമ്മൂസ സൂക്ഷിക്കണേ, ചിലപ്പോൾ ഒറ്റ അടി അടിച്ച് കൊല്ലും നമ്മൾ. ഇതാരും അമ്പും ബില്ലും വിടും. അവനെ കൊല്ല് വയസ്സ് ഒരുത്തം വന്നു വയസ്സ്. നമ്മുടെ ബേസിൻ്റെ മണ്ടയിൽ നിൽക്കുന്നുണ്ട് വയസ്സ്. ഞാൻ ഗോൾഡൻ ആപ്പിളൊക്കെ കഴിച്ചിട്ട് എടുത്ത് കൂട്ടി. അമ്മൂസ ഇത് പുറകിൽ ബേസിൻ്റെ മേളിൽ വാ, സ്റ്റെപ്പ് കയറുക. ഇല്ല അവൻ ചത്തു. ഞാൻ അവനെ കൊന്നു. എനിക്ക് ഒട്ടും ഹാർട്ടില്ല, 6 ഹാർട്ട്. ഒരുത്തിനോട് വരുന്നുണ്ട്, അവനെ കൊല്ലും. എൻ്റെ അനിയത്തിയോട് എന്തൊക്കെ കാണിക്കുന്നുണ്ട് ഗോയ്സ്. ഇതൊരുത്തിന് ഓടിപ്പോന്നു ഗോയ്സ് റെഡിലെ. നമുക്ക് അവനെ കൊല്ലാം. അവനും കൂടി ഉള്ളു ഗോയ്സ്. അവനെ കൊന്ന് നമ്മൾ കളി ജയിക്കും. കമോൺ ഓടിച്ചിട്ട് പിടിക്കാം ഗോയ്സ്. നമ്മളെല്ലാവരും കൂടെ ഓടിച്ചിട്ട് പിടിക്കുകയാണ് അവനെ. നമ്മളൊന്നും നോക്കുന്നില്ല, ഇനി വെച്ച് പിടിക്കുകയാണ് അവനെ കൊല്ലാൻ. എൻ്റെ അനിയത്തി അവനൊരു പൊട്ടനെ വിളിച്ചിട്ടുണ്ട് ഗോയ്സ്. അവൻ എന്നെ കൊല്ലും. അമ്മ എന്നെ കിട്ടും. എന്നാലും നമ്മൾ അവനെ കൊന്നിട്ടുണ്ട് ഗോയ്സ്. നമ്മളങ്ങനെ കളി ജയിച്ചു ഗോയ്സ്. ഞാൻ ചത്തെന്നൊക്കെയാണ് പറയുന്നത്. അവൻ എന്നെ അടിച്ച് നിലത്തിട്ടായിരുന്നു തോന്നുന്നു. അതൊന്നും കുഴപ്പമില്ല, നമ്മളെ ബെൽഡ് ഉള്ളതുകൊണ്ട് നമ്മൾ തിരിച്ചു വരും. നമ്മളങ്ങനെ നമ്മുടെ ഫസ്റ്റ് കളി ജയിച്ചു ഗോയ്സ്. സെക്കൻഡ് റൗണ്ട് നമ്മളങ്ങനെ ജയിച്ചു ഗൈസ്. എൻ്റെ സ്കോർ നോക്കിയാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം 12.5 ആണ്. പക്ഷേ എൻ്റെ അനിയത്തിക്ക് 12.6 കിട്ടി ഗൈസ്. എങ്ങനെയാണെന്ന് അറിയത്തില്ല, എന്നാലും അവൾ എന്നെക്കാളും നല്ലത് കളിച്ചെന്നാണ് പറയുന്നത് ഗൈസ്. അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ 3rd റൗണ്ട് തുടങ്ങാൻ പോവുകയാണ് ഗൈസ്. അപ്പോൾ എൻ്റെ അനിയത്തിയാണ് ഈ സൈഡിൽ നിൽക്കുന്നത്. ഇത് നമുക്ക് നിങ്ങളിത് കറക്റ്റ് അറിയാം ഗൈസ്. എന്നെ എടുത്ത് കറക്കാം ഗൈസ്. നമ്മളിപ്പോൾ 3rd റൗണ്ട് തുടങ്ങാൻ പോവുകയാണ്. നമ്മൾ ഏത് ടീമാകും. ചിലപ്പോൾ നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെയുണ്ട് വേറെ ടീമായി പോകും. എന്ന് വെച്ചാൽ എൻ്റെ അനിയത്തി ചിലപ്പോൾ വേറെ കളിയിലൊക്കെ ആയി പോകും. നമ്മളൊന്നിച്ച് കളിക്കാറില്ല. അത് വരുമോയെന്ന് അറിയത്തില്ല, നോക്കാം. ഇപ്പോൾ തുടങ്ങുകയാണ് ഗൈസ്, നമ്മുടെ കളി തുടങ്ങുകയാണ്. നമ്മളിപ്പോൾ ലോബിയിലെത്തി. കളി തുടങ്ങി ഗൈസ്. റെഡ് വന്നോ? അയ്യോ റെഡ് കളി നല്ല പ്രോ പ്ലേയേഴ്സാണ്. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളെ അതുകൊണ്ട്
പറ്റുന്നില്ല, ഇവനെ കൊല്ലാൻ പോലും പറ്റുന്നില്ല. ഒരാളെ പോലും കൊല്ലാൻ പറ്റുന്നില്ല. ഇപ്പൊ തന്നെ ഒന്നും നോക്കുന്നില്ല. നമ്മളിനി എന്തായാലും നോക്കും. അതുകൊണ്ട് നമ്മള് ഫ്രെഡിന്റെ ബേസിലോട്ട് പോവാണ് പകരം വീട്ടാൻ. അതും ചീറ്റിങ് പോയി. കാരണം ഞാൻ ചത്തുപോയി. പറയുന്ന കട്ടപ്പ് അനിയത്തിയുടെ കളി കാണാം പ്ലീസ്. എൻ്റെ അനിയത്തി എവിടെ? ഇതാണ് എൻ്റെ അനിയത്തി. എൻ്റെ അനിയത്തിയുടെ കളി നോക്കാം. അനിയത്തിയും ചത്തുന്നു തോന്നുന്നു. അനിയത്തി ചത്തു ഗുയിസ്. നമ്മളെല്ലാവരും ചത്തു. നമ്മുടെ ടീം ചത്തു. സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് കുത്തി പൊട്ടിച്ചേക്ക. എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കും ഒക്കെ ചെയ്യണം ഗുയിസ്. അപ്പോൾ നമുക്ക് നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ റൗണ്ടിലേക്ക് കടക്കാം. ഈ കളി ജയിച്ചാൽ മതിയായിരുന്നു ഗുയിസ്. നമ്മളിപ്പോൾ ഒരു കളി ജയിച്ചു, 2 കളി തോറ്റു. അപ്പോൾ നമുക്ക് നോക്കാം ഗുയിസ്. നമ്മൾ ഈ ജയിച്ചാൽ മതിയായിരുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ കളി തുടങ്ങുകയാണ്. കത്തളണേ, നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണേ. കളി തുടങ്ങുകയാണ് ഗുയിസ്. ചെയ്യണം ഗുയിസ്. എൻ്റെ അനിയത്തിയുടെ ഇതിന് മുമ്പത്തെ ഡാൻസ് വീഡിയോസിനും ഒക്കെ എല്ലാവരും ലൈക്കൊക്കെ ചെയ്യണം. സബ്സ്ക്രൈബ് എല്ലാവരും എന്തായാലും മറക്കാതെ ഒന്ന് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ലൈക്കൊക്കെ മറ്റുള്ളവർക്ക് ഷെയറും ചെയ്ത് കൊടുക്കണം, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ. ഗുയിസ് നമ്മുടെ ടീം തന്നെ നമ്മുടെ ഇത് മഞ്ഞ വരുന്നു ഗുയിസ്. മഞ്ഞ വരുന്നു. അയ്യോ, എനിക്ക് 50 മില്യൺ മേടിക്കാനുള്ള പൈസ ഇല്ല. 50 മില്യൺ മേടിച്ചു. അനിയത്തിനെ നമുക്ക് എന്ത് വിളിക്കണം ഗുയിസ്? ഗുണ്ടിടുന്നു. അനിയത്തി തന്നെ പറയൂ. അനിയത്തി ഗുണ്ടി ചേച്ചിയോ? നമ്മുടെ അനിയത്തി പറഞ്ഞിട്ടുണ്ട് നമ്മുടെ അനിയത്തിനെ ഇനി മുതൽ ഗുണ്ട് ചേച്ചി എന്ന് വിളിച്ചാൽ മതിയെന്ന്. അതുകൊണ്ട് ഞാൻ ഇനി ഗുണ്ട് ചേച്ചി എന്ന് വിളിക്കാൻ പോകുന്നത്. ഇത് അടുത്ത ഗുണ്ട് പറന്നു പോകുന്നു ഗുയിസ്. നമ്മുടെ ഗുണ്ട് ചേച്ചി ഗുണ്ടിട്ടിട്ടുണ്ട്. ഗുണ്ട് ചേച്ചിയുടെ ഇത് ഗുണ്ട് പിടിച്ചോണ്ടാണ് നടക്കുന്നത്. ഗുണ്ട് ചേച്ചി എന്തേലും പറയുന്നുണ്ട്. ഗുണ്ട് ചേച്ചി താഴെ ഗുണ്ടിട്. 2 എണ്ണം നിൽക്കുന്നു. റെഡിലെയും പച്ചയിലെയും. ഗുണ്ട് ചേച്ചി എൻ്റെ ഗുണ്ടിനുള്ള പൈസ ഇല്ല. അതുകൊണ്ട് നീ ഗുണ്ടിട്ടില്ലേ? ഇപ്പൊ ഇവിടെ എന്നെ കൊണ്ടു. അത് കുഴപ്പമില്ല. നമ്മുടെ ബെഡുണ്ട്. നമ്മുടെ ബെഡ് അയ്യോ അമ്മ എന്നെ വീണ്ടും കട്ടപ്പോ. ഞാൻ വീണ്ടും അയ്യോ നമ്മുടെ ബെഡൊക്കെ പോകും പോയി. നമ്മുടെ ബെഡ് പോയി പോയി. ബെഡ് പോയി. അയ്യോ ഞാൻ ഓടുന്നത്. എൻ്റെ അനിയത്തിയുടെ കളിയാണ്. നമ്മൾ തോറ്റെന്ന് വെച്ചാൽ നമ്മുടെ പണി പോയി. ഞാൻ അനിയത്തി നമ്മളപ്പോൾ ഈ റൗണ്ടും തോറ്റി. എന്നാലും നമുക്ക് ബോണസ് എന്ന് വെച്ചാൽ എൻ്റെ അനിയത്തി ചോദിച്ചു ഗോയ്സ് ബോണസ് റൗണ്ട് എന്താണ്. എന്നാൽ നമുക്കൊരു ബോണസ് കളിക്കാം ഗൈസ്. ഞാനിപ്പോൾ ഈ കളിക്കുന്ന ഫോണിൽ നമുക്ക് ഒരുമിച്ച് കളിക്കാനുള്ള റൂം ഇടാൻ പറ്റില്ല. ഹായ് കൂടി പറയണേ. എല്ലാവരും കമൻറ്റ് ചെയ്ത് ഹായ് ചോദിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഹായ് ഒക്കെ അയക്കുക. പിന്നെ ഇഷ്ടപ്പെട്ട അതിനെ ഈ വീഡിയോനെ കുറിച്ചൊക്കെ കമൻറ്റ് ചെയ്യുക. അവിടെ അനിയത്തി നമ്മളെ ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ചിട്ടുണ്ട്. പിന്നെ കൂട്ടുകാർക്ക് ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ. പിന്നെ ലൈക്കും സബ്സ്ക്രൈബും എന്തായാലും മറക്കാതെ അടിക്കണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ശേഷം നമ്മുടെ ബെൽ നോട്ടിഫിക്കേഷൻ അയക്കണം അവിടെ ഞെക്കണം. അപ്പോൾ നമ്മുടെ ബോണസ് റൗണ്ടിലേക്ക് കിടക്കാം ഗോയ്സ്. നമ്മുടെ അനിയത്തി ഇതാ കളി തുടങ്ങിയിട്ടുണ്ട് ഗോയ്സ്. കളി തുടങ്ങുന്നു. അനിയത്തിയുടെ ഹോളിലാണ് ഗോയ്സ് കളി തുടങ്ങുന്നത്. ഗുണ്ട് ചേച്ചിയാണ് ഗോയ്സ്. സോറി അനിയത്തിയല്ലേ ഗോയ്സ്, ഗുണ്ട് ചേച്ചി. ഗോയ്സ്
നമ്മള് കൊണ്ട് ചേച്ചി പറഞ്ഞു ചിരി വരുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണമെന്ന്. അതുകൊണ്ട് ചിരി വന്നാലും ചിരി വന്നു എൻ്റെ അനിയത്തി എന്നെ കളിയാക്കുകയാണ് guys. Guys, ഇതാണ് guys ഞാൻ guys എൻ്റെ തല കണ്ടിട്ട് ആരാണെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? അയ്യോ guys എൻ്റെ തല കാണിച്ചോണ്ട് അവിടെ ബെഡ് വീഴും. നമ്മൾ ഈ കളിയും തോറ്റു guys. എൻ്റെ അനിയത്തിനെ കൊന്നോ guys? കൊന്നോ അടി? നമ്മുടെ ഗുണ്ട് ചേച്ചിനെ ചത്തിട്ടുണ്ട്. guys എൻ്റെ pro player. അയ്യോ അമ്മേ എൻ്റെ പുറകെ കണ്ടപ്പോൾ വരുമ്പോഴാ പ്രോബ്ലം. അയ്യോ ഞാനും ചത്തു guys. അവനെ അടിച്ച് നിലത്തോട്ട്. ഗായ്സ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ഒക്കെ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂട്ടുകാർക്ക് അവർക്കെല്ലാം ഷെയറും ചെയ്ത് കൊടുക്കുക. കമൻ്റൊക്കെ ഇടുക. പിന്നെ ബെൽ നോട്ടിഫിക്കേഷനൊക്കെ അടിച്ചേക്കുക. എന്തായാലും മറ്റുള്ള വീഡിയോസിനും ഒക്കെ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബും ലൈക്കും ഒക്കെ ചെയ്യണം. പിന്നെ ബെൽ നോട്ടിഫിക്കേഷൻ അയക്കണം, ഞെക്കിയേക്കണേ. അപ്പോൾ ബൈ, ടാറ്റാ. ടാറ്റാ.